ജോൺ ലെനൻ, പോൾ മക്കാർട്ട്നി, ഷെർലക് ഹോംസ്, ഡോക്ടർ വാട്സൺ, ലക്ഷ്മികാന്ത് പ്യാരേലാൽ, വയലാർ ദേവരാജൻ, അങ്ങനെ കഥയിലും ജീവിതത്തിലുമായി ഒറ്റയ്ക്കല്ല ഒന്നിച്ചു നിന്നാൽ വിജയം കൊയ്യാമെന്ന് തെളിയിച്ച എത്ര ചങ്ങാത്തങ്ങൾ. അടുത്തിടെ നമ്മളൊക്കെ വണ്ടറടിച്ച ഒരു ചങ്ങാത്തമുണ്ടായി. ഇങ്ങനെയുണ്ട് രണ്ട് ചങ്ങാതികൾ. ഒരാൾ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ മറ്റൊരാൾ പ്രചാരണത്തിന് പറന്നിറങ്ങുന്നു. ചങ്ങായിയുടെ ജയത്തിനായി കാശ് വാരിയെറിയുന്നു. ഒടുവിൽ അദ്ദേഹത്തെ പ്രസിഡന്റ് കസേരയിൽ ഉപവിഷ്ടനാക്കി ചാരിതാർത്ഥ്യത്തോടെ നിർനിമേഷനായി പുഞ്ചിരി തൂകുന്നു. പറഞ്ഞു വരുന്നത് ലോകം വാഴ്ത്തിപ്പാടിയ ട്രംപ് മസ്ക് ബ്രോമാൻസിനെ പറ്റിയാണ്. പക്ഷേ ഹണിമൂൺ കഴിഞ്ഞപ്പോഴേ കൂട്ടുകെട്ടൊരു ടോം ആൻഡ് ജെറി മോഡിലായി. ലോകം കണ്ണുവെച്ച ട്രംപ് മസ്ക് ബ്രോമാൻസ് പിരിയാൻ കാരണമെന്ത് നോക്കിയാലോ? എന്തൊക്കെ പറഞ്ഞാലും ഒരു ബിസിനസ്സുകാരന്റെ കണ്ണ് ബിസിനസ്സിലായിരിക്കുമല്ലോ. 10 വെച്ചാൽ 100 നേടണമെന്ന് ചിന്തിക്കുന്നയാളാണ് മസ്ക് എന്ന ബിസിനസ്മാൻ. പവർ കയ്യിലുള്ളവരോട് പറ്റിക്കൂടി നിൽക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് പലപ്പോഴും ആ പവറിന്റെ ബലത്തിൽ പലതും നേടുകയെന്നതാണ്. മസ്കിന്റെയും മനസ്സിലിരിപ്പ് മേൽപ്പറഞ്ഞത് തന്നെയായിരുന്നു എന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. ആ കൂട്ടുകെട്ടിന് അത്ര ശുഭമല്ലാത്ത പര്യവസാനം ഉണ്ടാകാൻ കാരണവും മറ്റൊന്നല്ലത്രേ. പാഴ്ചെലവിനും അഴിമതിക്കും തടയിടാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ കാര്യക്ഷമതാ വകുപ്പ് എന്ന പേരിൽ ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കി അതിന്റെ മേൽനോട്ടം മസ്കിന് നൽകിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മസ്ക് കാണിച്ച സ്നേഹത്തിന് ട്രംപ് പകരസ്നേഹം നൽകിയത്. ഇതെല്ലാം ചരിത്രം. ഇനി പരസ്യമായി മസ്ക് എന്താണ് പറഞ്ഞത്? CBS ന്യൂസിന്റെ സൺഡേ മോർണിംഗിലാണ് ട്രംപ് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് വിളിച്ച നിയമനിർമ്മാണ നിർദ്ദേശത്തെ മസ്ക് പരസ്യമായി അങ്ങ് വിമർശിച്ചത്. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് കുത്തനെ കൂട്ടാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ടായിരുന്നു നിയമനിർദ്ദേശം. ചെലവ് കുറയ്ക്കാൻ പറഞ്ഞിട്ട് ചെലവ് കൂട്ടുന്ന കാര്യങ്ങളാണ് ട്രംപ് ചെയ്യുന്നതെന്നും കാര്യക്ഷമതാ വകുപ്പിന്റെ പ്രവർത്തനോദ്ദേശം തന്നെ ഇല്ലാതാക്കുന്നതാണ് ബില്ലെന്നുമാണ് മസ്ക് പറയാതെ പറഞ്ഞത്. ഇതോടെ ആ ഗഡികൾ പിരിയാൻ പോകുന്നെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലായി. ഇതൊക്കെ നമ്മൾ കണ്ടത് ചെറുത്. ഇനി നമ്മൾ കാണാത്തത് എന്തൊക്കെ? കാണാത്ത കാരണങ്ങൾ. ട്രംപ് നടത്തിയ മധ്യപൂർവേഷ്യൻ സന്ദർശനത്തിൽ UAEയുമായുള്ള സ്റ്റാർഗേറ്റ് പദ്ധതി വന്നപ്പോൾ ട്രംപ് മസ്കിനെ നൈസായിട്ട് അങ്ങ് അവഗണിച്ചു. അവിടെ അവസരം കൊടുത്തതോ മസ്കിന് കണ്ണിന് പിടിക്കാത്ത ഓപ്പൺ AIയുടെ സാം ഓൾട്ട്മാനും. എങ്ങനെ സഹിക്കും മസ്ക്? നിങ്ങൾ തന്നെ പറ. ലോകത്തിലെ ഏറ്റവും വലിയ AI ഡേറ്റാ സെന്റർ അബുദാബിയിൽ സ്ഥാപിക്കുന്നതിനുള്ള കരാർ വന്നപ്പോൾ ട്രംപ് തന്നെ അവഗണിച്ചത് മസ്കിന് തീരെ പിടിച്ചില്ല. ഗൾഫ് പര്യടനത്തിലെ കൺസോർഷ്യത്തിൽ മസ്കിന്റെ XIയെ അവഗണിച്ച് സാം ഓൾട്ട്മാന്റെ ഓപ്പൺ AIക്ക് പ്രാധാന്യം കൊടുത്തു. ഈ പറയുന്ന ഓൾട്ട്മാനെതിരെ 2023 കേസ് വരെ കൊടുത്തതാണ് മസ്ക്. യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ജനങ്ങളെ ഓപ്പൺ AI പറ്റിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു കേസ്. ഇനി ട്രംപിന്റെ കൂടെ നിൽക്കുന്നതിൽ വലിയ കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ മസ്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞെന്നാണ് പൊതുവിലയിരുത്തൽ. കാര്യം എന്തായാലും ചങ്ങാത്തത്തിലെ സ്വാർത്ഥ താല്പര്യങ്ങൾ ബന്ധത്തെ ഉലയ്ക്കുമെന്നതിന് ഒരു രാജ്യാന്തര ഉദാഹരണമാവുകയാണ് മസ്കിന്റെ ഗുഡ് ബൈ എന്ന് പറയപ്പെടുന്നു.